കൃഷ്ണൻ വെണ്ണ കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പ്രായമാകുന്തോറും കൃഷ്ണൻ സ്വന്തം വീട്ടിൽ നിന്നും അയൽക്കാരിൽ നിന്നും വെണ്ണ മോഷ്ടിക്കാൻ തുടങ്ങി. കൃഷ്ണൻ എത്താതിരിക്കാൻ യശോദ വെണ്ണ തൂക്കിയിടാൻ തുടങ്ങി. പതുക്കെ മറ്റു ഗോപികമാരും അത് പിന്തുടർന്നു. കൃഷ്ണനും കൂട്ടുകാരും പെട്ടെന്ന് തോറ്റുകൊടുക്കുന്നവരല്ലായിരുന്നു. ഇതിനൊരു പരിഹാരം അവർ കണ്ടെത്തി. അടുത്ത തവണ അവർ വെണ്ണയ്ക്കായി ഒരു വീട് കൊള്ളയടിച്ചപ്പോൾ കൃഷ്ണൻ തന്റെ കൂട്ടുകാരെക്കൊണ്ട് ഒരു മനുഷ്യ പിരമിഡ് ഉണ്ടാക്കിച്ചു. അവൻ മുകളിൽ എത്തി വെണ്ണ നിറച്ച ഒരു ഉയർന്ന കലം പൊട്ടിച്ചു. ഗോപികമാരുടെ ദേഷ്യവും നിരാശയും കണക്കിലെടുത്ത് കൂട്ടുകാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. ദഹി ഹണ്ഡി പാരമ്പര്യത്തിന്റെ ഭാഗമായ ഈ പ്രവൃത്തി കൃഷ്ണന്റെ കളിയായ സ്വഭാവത്തെയും വെണ്ണയോടുള്ള സ്നേഹത്തെയും പ്രതീകപ്പെടുത്തുന്നു. കൂടാതെ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും സംഘടിത പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പ്രശ്നത്തിലല്ല, പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.